എന്റെ ഹൃദയം വേണമെങ്കിൽ ഞാൻ തരാം. ഈ ഫോട്ടോ ഞാൻ തരില്ല. അതിന്റെ ബാഗീന്നാ ആണോ? കാരണത്തിന് ഉപകാരമുള്ള കാര്യമാണെന്ന് വിചാരിച്ചാ ഞാൻ സ്വാതന്ത്ര്യം കാണിച്ച. എനിക്കിത് കിട്ടിയതേ ക്ലാരക്കുഞ്ഞിന്റെ റൂമിന്നാ. പറഞ്ഞു വരുമ്പോ ഞാനൊരു മാർത്തോമക്കാരൻ ക്രിസ്ത്യാനി തന്നെ എന്ന് വെച്ച് കഞ്ചന ചേച്ചി ഒരു ഉപകാരത്തിന് വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? എന്റെ പേര് നിനക്ക് ആര് പറഞ്ഞു തന്നടാ? ഈ വീട്ടിലെ എല്ലാരെയും എനിക്കറിയാം. ശ്യാം സാറിന്റെ ഭാര്യ ഗംഗക്കുഞ്ഞ്, ഗിരിക്കുഞ്ഞിന്റെ ഭാര്യ ശാലിനി കുഞ്ഞ്, ഗാഥക്കുഞ്ഞ്, മരിച്ചുപോയ അപ്പുക്കുട്ടൻ സാറ്, പിന്നെ ഈ ഇരിക്കുന്ന സാക്ഷാൽ കഞ്ചനാമ്മ ചേച്ചി. ശരിയല്ലേ? നിനക്ക് നല്ല ലോകവിവരാണല്ലോടാ. ആട്ടെ, നീ എന്തിനാ ശ്യാമിനെ തിരക്കി വന്നേ? അത് പിന്നെ ശ്യാം സാറുമായിട്ട് ഒരു അത്യാവശ്യ മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വന്നതാ. എന്ത് മാറ്ററാടാ? അത് സീക്രട്ടാ ചേച്ചി. മനസ്സിലായി. എടാ ഫിലിപ്പോസേ, ആ ഫോട്ടോയും എടുത്തടാ, ഞാനൊന്ന് നോക്കിക്കോട്ടെടാ. ദോശയും സാമ്പാറും ഒക്കെ തന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കാഞ്ചനാമ്മ ചേച്ചി ആ ഫോട്ടോ ചോദിക്കുമെന്ന്. ദേ, എന്റെ ഹൃദയം വേണമെങ്കിൽ ഞാൻ തരാം. ഈ ഫോട്ടോ ഞാൻ തരില്ല. എടാ, നിന്റെ ഈ പരട്ട ഹൃദയം ആർക്ക് വേണടാ? ദേ, നീ ആ ഫോട്ടോ ഇങ്ങെടുത്തേ, ഞാൻ ഒന്ന് നോക്കിയിട്ട് ഇപ്പൊ തന്നെ മടക്കി തരാം. ഇപ്പൊ തന്നെ മടക്കി തരുമല്ലോ? തരാടാ, എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. നോക്കിയിട്ട് ഉടനെ തിരിച്ചു തരണേ. ഇതാ ചത്ത പെണ്ണ് ശ്യാമാണല്ലോ. ഇവന്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു? ഇവന്റെ കയ്യിൽ നീ ഫോട്ടോ അടിച്ചെടുത്ത ആ ശ്യാമിനെ കൂടി അകത്താക്കാൻ പറ്റും. നീ ഇതെവിടുന്ന് പൊക്കിയതാടാ കുട്ടാ? പൊക്കിയതല്ല ചേച്ചി, അടിച്ചു മാറ്റിയതാ. എവിടുന്നാ? നമ്മളെ തരകൻ സാറിന്റെ മോളില്ലേ ക്ലാരക്കുഞ്ഞ്, അതിന്റെ ബാഗീന്നാ. ആണോ? മിടുക്കൻ. വീട്ടിൽ കയറ്റാൻ പറ്റിയ കക്ഷിയാ നീ. ഒരു സാമൂഹ്യ പ്രവർത്തകനായ എനിക്ക് എപ്പോഴും എവിടെയും കയറിച്ചല്ല. ഓഹോ, നീ സാമൂഹ്യ സേവകനും കൂടിയാണോ? പിന്നെ തിരക്കേറിയ സേവനമല്ലേ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ ഫോട്ടോയും ആ ക്ലാരയും തമ്മിൽ എന്താ ബന്ധം? ആ ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാനാ ഞാൻ നോക്കുന്നത്. കണ്ടുപിടിക്കും, നോക്കിക്കോ. ശ്യാമിനെ കണ്ട് ഈ ഫോട്ടോ കൊടുക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ശ്യാം സാറിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ വന്നത്. എടമണ്ട, ഈ ഫോട്ടോ ഒരിക്കലും കൈമറിഞ്ഞു പോകരുത്. ഇത് നമ്മുടെ കൈ തന്നെ ഇരിക്കണം. ഇപ്പൊ അനുകൂലമായ കാറ്റാ. ഇപ്പൊ വിതറിയാ ഏൽക്കേണ്ടടുത്ത് ഏൽക്കും. നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചോളാം. പാവ എന്റെ ഗിരിമോൻ രേണുകയെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുക. ശരിക്കും കൊല നടത്തിയിരിക്കുന്നത് ഇതാ ഇവനാ, ശ്യാമപ്രസാദ്. ഗർഭിണിയായിരുന്നിട്ടും പൂർവകാമുകിയായ രേണുകയെ കൊന്ന ദുഷ്ടനാണിവൻ. അവൻ അതിനുള്ള ശിക്ഷ കിട്ടണം. പാവ എന്റെ ഗിരിമോൻ മാത്രം ജയിലിൽ കിടന്ന് അനുഭവിക്കല്ലേ. നിരപരാധിയായ ഗിരിമോനെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? ആട്ടെ, ഈ ഫോട്ടോ തന്നാ എനിക്ക് എന്ത് തരും? നിനക്കെന്താ വേണ്ടേ? ജീവിക്കാൻ ഒരു ഇമ്മിണി കാശ്. എത്ര വേണം? കഞ്ചനാമ്മ ചേച്ചി പറ. ഒരു 100 രൂപ. അയ്യേ, 100 രൂപയെ? എന്താടാ, അത് പോരെ? അപ്പോഴേ ഇതെന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ. നീ തന്നെ വെച്ചോടാ. എനിക്ക് ആവശ്യം വരുമ്പോ കൊണ്ടുവന്ന് തന്നാ മതി. ദേ, ശ്യാമിന് കൊടുത്തേക്കരുത്. നീ എന്നോടൊപ്പം നിന്നാ 100 അല്ല 1000 നിനക്ക് തരും. എന്താടാ? ഏറ്റ് കഞ്ചനാമ്മ ചേച്ചി. കഞ്ചനാമ്മ ചേച്ചി ഞാനും കൂടി ചേർന്ന പല നല്ല കാര്യങ്ങളും ഈ ലോകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ദൈവമായിട്ടാ നമ്മളെ തമ്മിൽ കൂട്ടുമുട്ടിച്ചത്. ഫോട്ടോ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം മറക്കണ്ട. ഞാൻ ആവശ്യപ്പെട്ടാലുടൻ തന്നേക്കണം. അതൊക്കെ ഞാൻ ഏറ്റ് കഞ്ചനാമ്മ ചേച്ചി. എന്താ ഞാൻ ഇറങ്ങട്ടെ?
യുവദാസേ എങ്ങോട്ടാ? റോമാച്ചായനായിരുന്നു. ഇപ്പൊ എന്റെ വായിരിക്കുന്ന നല്ലവണ്ണം കേട്ടന്. എന്റെ അച്ചായ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പോസ് പുണ്യാളന്റെ പേര് മാറ്റി യൂദാസ് എന്ന് വിളിക്കുന്നത് പാവമാണെന്ന് അറിയില്ലേ ചായ? ഓരോരുത്തർക്കും യോജിച്ച പേര് വിളിക്കുന്നതാ അതിന്റെ ശരി. സ്വഭാവം വെച്ച് നോക്കുമ്പോ രണ്ടാമത്തെ പേരാ നിനക്ക് നല്ലോണം ചേരുന്നത്, യൂദാസ്. അപ്പന്റെ പ്രായമുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ നീ എന്നതാടാ വേദം ചൊല്ലുന്നത്? ഒന്നുമില്ല, വണ്ടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതാ. അനാഥാലയത്തിലോട്ടായിരിക്കും. അല്ല, അരമനയിലേക്കാ. എന്താ വരുന്നോ? തിരുമേനി ഒറ്റാനായിരിക്കും. ഇത് എന്റെ അന്ത്യകൂതാശയുടെ കാര്യം പറയാനാ. ചിതണ്ടി ചെകുത്താന്റെ മോനെ, ചുമ്മാതല്ലടാ നിന്റെ തല കണ്ടപ്പോഴേ നിന്റെ തള്ള പോയത്. ഇറങ്ങിയിരിക്ക നാട്ടുകാരെ പറ്റിക്കാൻ. കരിമന്തി എന്റെ പെടലടിച്ച് തിരിച്ചാ അന്നേ നോട്ടമിട്ടിരിക്കടാ നിന്നെ. നിക്കടാ അവിടെ, ഇന്ന് നിന്റെ അവിടെ നിക്കടാ, നിക്കടാ അവിടെ. എന്റെ ഓടിക്കരുത്, അവിടെ നിക്കടാ, അവിടെ ഓടരുത്, ഓടരുത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത് നീ. അവിടെ നിക്കടാ, നിന്റെ കഴുത്തേടിക്കും കാണിച്ചേരടാ. ഒരു ഇളനീര് വെട്ടിക്കോ. ഒന്ന് നിർത്തിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. വിട്ടോ സാറേ, ആ വണ്ടി വിട്ടോ, വിട്ടോ സാറേ. എങ്ങോട്ട് പറയാവുന്നേ, സാറ് വണ്ടി വിട്. താൻ ഇറങ്ങ സാറേ, ഇത് ഞാനാ, ഫിലിപ്പോസ്, തരകൻ സാറിന്റെ. ഞാൻ ആരാണെങ്കിലും വണ്ടി ഇറങ്ങണോ? വേണ്ടെങ്കി വേണ്ട. സാറിന് ഇത്തിരി ഉപകാരമുള്ള കാര്യമാണെന്ന് വിചാരിച്ചാ ഞാൻ സ്വാതന്ത്ര്യം കാണിച്ച. അത് തെറ്റായി പോയെങ്കിൽ അങ്ങ് ക്ഷമിച്ചേരെ. പുതിയ കേസൊക്കെ വാദിക്കാൻ പോവല്ലേ, ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. എന്ത് സാറേ, ഇപ്പൊ ഉപദേശിയാണെങ്കിലും പണ്ട് ഗുമസ്തനായിരുന്ന ആളായി ഫിലിപ്പോസ്. അത് സാറിന് അറിയാമല്ലോ. ചന്ദനത്തിന്റെ കൂടെ നിൽക്കുന്ന അഖിലിനും അല്പവാസനയൊക്കെ കാണും. താൻ കാര്യം എന്താന്ന് വെച്ച് പറയൂ. ഒരു ഫോട്ടോയുടെ കാര്യ. ഏത് ഫോട്ടോ? അതേതായാലും ഇവിടെ വെച്ചിപ്പോ പറയാൻ പറ്റില്ല. കേറാവോ? കേറ്. എന്താടൂ എന്താടൂ? അല്ല, ആളിത് തന്നെയാണോ എന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. ഏതാള്? ഈ ആളെ. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? വെള്ളയിൽ ചുമല വര വരെയുള്ള ഫുൾക്കയ്യ ഷർട്ട് സാറിന്, നീല പട്ടുസാരിയും കശവുള്ള ജമ്പറും മറ്റേ കക്ഷിക്കും. ഏതായാലും ഒരു 4-5 വർഷത്തെ പഴക്കമെങ്കിലും കാണും. സാറ് കുറെ കൂടി സ്മാർട്ടാ. താൻ ആരുടെ കാര്യം ഈ പറയുന്നത്? സാറിന്റെ കാര്യം തന്നെ. കൂടെയുള്ള ആ പെണ്ണ് രേണുകയും. പേപ്പറിൽ പണം കണ്ട ഓർമ്മ വെച്ചല്ല ആളെ മനസ്സിലാക്കിയത്. സാറിന്റെ അളിയൻ ആ പെണ്ണിനെ കൊന്നതിന്റെ ഗുഡൻസും ഇപ്പോഴല്ലേ പിടികിട്ടിയത്. നിങ്ങൾ തമ്മിൽ ലൈനായിരുന്നു അല്ലേ സാറേ? താനീ പറയുന്നത് ഇത്രയൊക്കെ ആയിട്ട് മനസ്സിലായില്ല. ദൈവാദിനം പോലെ ആ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത് സാറിന്റെ ഭാഗ്യം. വേറെ വല്ലവന്മാരെ കയ്യിലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു പെരുന്നാള്. ഇവിടെ ആ ഫോട്ടോ എവിടെ? തനിക്കത് എവിടെ നിന്ന് കിട്ടിയത്? ഇങ്ങെടുക്ക്. അത് പിന്നെ എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ കണ്ടു. എവിടെ വെച്ച്? എവിടെയാ തന്നത് കണ്ടത്? ആരുടെ കയ്യിലാ അതുള്ളത്? അനാഥാലയത്തിൽ വെച്ചാ.
അനാഥാലയത്തിൽ വെച്ചോ? ആരുടെ കയ്യില്? സാറിങ്ങനെ പേടിക്കാൻ പറ്റും വേണ്ട. സംഗതി ലീക്കായിട്ടൊന്നുമില്ല. സുരക്ഷിതമായിട്ട് ഒരിടത്തിരിപ്പുണ്ട്. എവിടെയാതുള്ളത്? പറ, എനിക്കത് വേണം. തരാന്നേ. ഫിലിപ്പോസ് അത് സംഘടിപ്പിച്ച് തരാം. പക്ഷെ ഫിലിപ്പോസിനും കൂടെ അതിന്റെ ഗുണം ഉണ്ടാവണം. തനിക്ക് എന്താ വേണ്ടത് പറഞ്ഞോ. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കിട്ടിയിരിക്കണം. സാറിന് അറിയാലോ ഈ ഒരു സാഹചര്യത്തിൽ ആ ഫോട്ടോയ്ക്കുള്ളൊരു വില. സാറ് പോലും കുടുങ്ങാൻ അത് മതി. താനത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ ഭാവം? അയ്യോ, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല സാറേ. പിന്നെ എങ്കിൽ പിന്നെ അതിങ്ങ് എടുക്ക്. ഞാനെവിടെ തരാനാ? അത് തന്റെ കൈ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. സത്യമായിട്ടും ഇല്ല സാറേ. ഫിലിപ്പോസേ, കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അതാണ് താൻ സൂക്ഷിക്കുന്നുള്ള ഓർമ്മ വേണം. വകുപ്പ് എങ്ങനെയൊക്കെയാ മാറി തിരിഞ്ഞു വരുന്നെന്ന് കോടതി വെച്ച് താൻ കേട്ടിട്ടുള്ളതല്ലേ? സെക്ഷൻ 201. ചിലപ്പോ അകത്ത് പോകുന്നത് താനായിരിക്കും. ഞാനോ? ആ, ഞാനെന്തിനകത്ത് പോകുന്നത്? അങ്ങനെയെങ്കിൽ അകത്ത് പോകുന്നത് ഞാനല്ല, തരകസ്ഥാന്റെ മോള് ക്ലാരക്കുഞ്ഞാ. കാര്യം ആ, ദാ പിടിച്ചോ. എനിക്കിത് കിട്ടിയതേ ക്ലാരക്കുഞ്ഞിന്റെ റൂമിൽ നിന്നാ. പോയി ചോദിച്ചോ. ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ.